നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പറയാൻ പോകുന്നത് ജീസസ് ആൻഡ് മേരി കോളേജ് ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഏകദേശം 10ഓളം വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്ക് 8ഓളം വ്യത്യസ്തമായ പോസ്റ്റുകളിലേക്കാണ് വിജ്ഞാപനം വന്നിട്ടുള്ളത്. സെക്ഷൻ ഓഫീസർ, സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, ലാബ് അസിസ്റ്റൻറ്റ്, അങ്ങനെ വ്യത്യസ്തമായ പോസ്റ്റുകളാണ്. നമുക്ക് വിശദമായി നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. നമ്മൾ ഈ പോസ്റ്റുകൾ എന്ന് പറയുന്നത് സെക്ഷൻ ഓഫീസർ, അതുപോലെ സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റ്, ലാബോറട്ടറി അസിസ്റ്റൻറ്റ്, ജൂനിയർ അസിസ്റ്റൻറ്റ്, ഡ്രൈവർ, MTS ലാബോറട്ടറി അറ്റൻഡൻറ്റ്, ലൈബ്രറി അറ്റൻഡൻറ്റ്, MTS ആണ് സ്പോർട്സ് അറ്റൻഡൻറ്റ് എന്നീ പോസ്റ്റുകളിലേക്കാണ് ഇതിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത്. എല്ലാം വയസ്സ് 35, 30, അതിൽ 27, 35, 30 വയസ്സ് വരെയുള്ള ഏജ് ഇളവ് അങ്ങനെയാണ് വരുന്നത്. പിന്നെ SC, ST, OBC വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ നോക്കാനുള്ളത് ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സെക്ഷൻ ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ ഗ്രാജുവേറ്റ് ആണ്. ഇനി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ഉണ്ടായാൽ മതി. ഡിസേബിൾ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ 6 months ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നുണ്ട്. പേ ലെവൽ എന്ന് പറഞ്ഞാൽ 5 ആണ്. ഏജ് ലിമിറ്റ് 30 വയസ്സ് വരെയാണ്. പിന്നെ സെമി പ്രൊഫഷണൽ അസിസ്റ്റൻറ്റും അതുപോലെ തന്നെയാണ്. ഗ്രാജുവേറ്റ് ആണ്, ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി. അതുപോലെ ലാബോറട്ടറി അസിസ്റ്റൻറ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് ഷുഡ് ഹാവ് പാസ്ഡ് സീനിയർ സെക്കൻഡറി +2 ലെവൽ പാസ്സായാൽ മതി ഈ ഒരു പിന്നെ ലാബോറട്ടറി അസിസ്റ്റൻ്റ് എന്ന പോസ്റ്റിലേക്ക്. അതുപോലെ ജൂനിയർ അസിസ്റ്റൻ്റ് എന്നുള്ള പോസ്റ്റിലേക്ക് വരുന്നത് പിന്നെ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. പിന്നെ ഡ്രൈവറാണ്, അതായത് 10ാം ക്ലാസ് മതി ഇതിലേക്ക്. അതുപോലെ പ്രോസസ്സിങ് എ വാലിഡ് ലൈസൻസ് ഫോർ ഹെവി വെഹിക്കിളിൻ്റെ. പിന്നെ MTS ലാബോറട്ടറി അറ്റൻഡൻ്റ് ആണ്. അതിന് 10ാം ക്ലാസ് യോഗ്യത തന്നെയാണുള്ളത്. 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത്. ഇത്രയും തന്നെ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപ്ലൈ ചെയ്യാനുള്ള പിന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഉണ്ട്. അതുപോലെ ഈ ഒരു PDF ആർക്കെങ്കിലും വായിച്ച് നോക്കി മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു നോട്ടിഫിക്കേഷൻ അയച്ചു തരുന്നതാണ്. താല്പര്യമുള്ള ആളുകൾ ഡൽഹിയിലാണ് ഈ കോളേജ് ഉള്ളത്. വിശദ വിവരങ്ങളെല്ലാം വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി പറയുന്നത് മാർച്ച് 8 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓൺലൈനായിട്ടുള്ള ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പുമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.